പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഈ രാത്രിയിലുള്ളത് കോയമ്പത്തൂരിനടുത്ത് മേട്ടുപ്പാളയം ഊട്ടി റോഡിലാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇവിടെ ഒരു VIP റോഡ് ക്രോസ് ചെയ്തു. இன்னைக்கு லேட் இன்னும் வரல, இங்கே வந்துட்டு இருக்குதாம்மா. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയൊക്കെ പോകുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യില്ല, അതേപോലെ ആ VIP വേണ്ടി ഇവിടെയും റോഡ് ബ്ലോക്ക് ചെയ്യും. ഇത് സ്പെഷ്യൽ VIP. ആമാ VIP. ആരാണ് VIP എന്നറിയണ്ടേ? സാക്ഷാൽ ബാഹുബലി. தம்பி லைட் எடு, இங்கே இந்த மூலையில் போடு. வரு சொல்ல முடியாது, வரு. വന്നാച്ച് ഇവിടെ വന്നിട്ടുണ്ട് ബാഹുബലി. എന്താ ഇവിടെ ഇവിടെ നിൽക്കുന്നതാണ്. അതാ വരുന്നുണ്ട്. നമ്മളൊന്ന് മാറിക്കൊടുക്കാം അല്ലേ? ഒരു പ്രശ്നവുമില്ല, നോ ഇഷ്യൂസ്. ബാഹുബലി കൊമ്പ് ഭയങ്കര വലുതാ. ஒரு கொம்பு கீழே சாஞ்ச மாதிரி இருக்கும், ஒரு கொம்பு லென்த்தாக இருக்கு. வாழைக்காடு மாந்தோப்பு எல்லாம் வெடி வரை சுற்றிட்டு இருக்கு. ஆனால் இது வரைக்கும் யாரையுமே ஆளை அடித்ததில்லை. டெய்லி பாகுபலி இதில் வருமா? ஆமாம் வரும். நைட்டில் 7:30 மணிக்கு வரும், காலையில் மறுபடியும் 4 மணிக்கு வரும். இங்கே இதுக்குள்ளே தான் இருக்கும். பிக் சைஸ், பெரிய சைஸாக இருக்கிறனால அதனால் கொம்பு நல்லா பெரிய கொம்பு, அதனால் அது பாகுபலி பார்த்தா நடந்து வந்தால் ரோடு பார்த்தீங்களா 7:30க்கு ரோடு கிராஸ் ஆகி ரோடெல்லாம் பிளாக் பண்ணி ரோட்டை இதை தாட்டி விட்டு இது யானைக்கு எந்த பாதிப்பாகாமல் ஏதாவது பென்சிங் லோ லைன் இருக்கா, ஏதாவது பிரச்சனைனா டக்குன்னு EPக்கார ஃபோன் பண்ணி EPக்கார வந்து லைன் ஆஃப் பண்ணிடுவாங்க. എനിക്ക് പിന്നിൽ കാണുന്നത് നീലഗിരി മലനിരകളാണ്. ഈ മലനിരകളുടെ താഴ്ഭാഗത്തുള്ള വനമേഖലയിൽ നിന്നാണ് ബാഹുബലി ഈ വഴിയിലൂടെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ബാഹുബലി കടന്നു പോകുന്ന ഈ വഴിയുടെ ഈ സൈഡിൽ തന്നെയാണ് പാലക്കാടുകാരായ അപ്പു രാധ ദമ്പതികളുടെ വീടും ഉള്ളത്. എല്ലാ ദിവസവും ഈ ദമ്പതികൾ ബാഹുബലിയെ കാണും. ഞങ്ങൾ എവിടെയല്ല കിടക്കുന്നത്, ഇതാ വെളിയിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് വരമ്പിയാ കഴിച്ച് നോക്കിയാൽ ആനത്തെ പോകുന്നത് കാണാം. പക്ഷെ ആൾ സാധുവാണ്. ആള് നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ മാത്രമേ അവന് എതിർക്കുള്ളൂ. ബാഹുബലി ഇന്നേ വരയ്ക്കും ആരെയും ഉപദ്രവിച്ചിട്ടില്ല. മിച്ചുള്ള ആനകളൊക്കെ ഉപദ്രവിക്കും. അതൊക്കെ എതിർത്ത് മുടുക്കുക അതിനെ ഇത് ചെയ്യുന്ന സമയത്ത് പൂവ് വരുമൊക്കെ ചെയ്യും. വൻകിട തോട്ടമുടമകളുടെ സ്വാധീനത്താൽ നാട്ടിലേക്ക് ഇറങ്ങുന്ന ബാഹുബലിയെ പിടിച്ച് റേഡിയോ കൊളറിടാൻ വനംവകുപ്പ് 4 വർഷം മുമ്പ് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ നീക്കം മുൻകൂട്ടി അറിഞ്ഞതുപോലെ ബാഹുബലി 1 മാസത്തോളം ഈ വനമേഖലയിൽ നിന്ന് മുങ്ങി. പിന്നീട് ആ നീക്കം വനംവകുപ്പ് ഉപേക്ഷിക്കുകയായിരുന്നു. இந்த மேட்டுப்பாளையத்துடைய வனத்துடைய ராஜா கம்பீரமாயிட்டு யானை. இவ்வளோ யானைகள் நிறைய உண்டு. அது பாகுபலி தான் லீடர். வனவிலங்குகளை படுகொலை செய்யக்கூடிய நபர்கள், அவர்களுக்கு இது பாகுபலி தொல்லையாக இருக்குது. இந்த காடு வளர்ந்துட்டே இருக்குது, அதுக்கு பாகுபலி வந்து முக்கியமாக இருக்குது. அப்போ அதை அழிக்கணும், பாகுபலியை கொல்லணும், அதை கொண்டுடக்கூடாது அப்படின்ற நம்ம தமிழ்நாடு சிஎம்கிட்ட வந்து பெட்டிஷன் கொடுத்தது. இப்போ வந்து பாகுபலி சேஃப் பண்ணியிருக்காங்க. கோவை டிஸ்ட்ரிக்ட் ஃபாரஸ்ட் வந்து சேஃப் பண்ணுங்க, கண்காணிக்கிறாங்க.
എല്ലാ ദിവസവും ഈ പ്രോസസ് ഉണ്ട്. വൈകിട്ട് ഇങ്ങനെ പോവും, രാവിലെ തിരിച്ചു പോവും. അപ്പോൾ എല്ലാ റോഡും ബ്ലോക്ക് ചെയ്ത് ഈ ട്രെയിന് പോകുമ്പോൾ നമ്മൾ ലെവൽ ക്രോസ് അടയ്ക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചിട്ട് ട്രെയിൻ കടന്നു പോകുന്ന പോലെ എല്ലാ സംവിധാനങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ ഈ സാഹചര്യത്തിൽ ആനകളുടേത് മാത്രമായ ഈ ദിവസത്തിൽ ബാഹുബലിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. ക്യാമറാമാൻ ബിനു തോമസിനും ഉനൈസിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.